നിയമങ്ങളിലൂടെ നമ്മുടെ സ്വാതന്ത്ര്യം ഹരിക്കുന്നത് ശരിയല്ല. എന്നോട് ഈ അടുത്ത നാളിൽ ഒരാൾ പറയുകയുണ്ടായി, പിതാവേ, നിങ്ങൾ ന്യൂനപക്ഷാവകാശങ്ങളെ കുറിച്ചൊക്കെ കേരളത്തിൽ ഒത്തിരി സംസാരിക്കുന്നുണ്ട്, പക്ഷേ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഞാൻ ചോദിച്ചു, എന്താണത്? ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനുമുള്ളത് മൗലികാവകാശം. ആർട്ടിക്കിൾ 25 അത് നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഭരണഘടന നിനക്ക് തരുന്ന മൗലികാവകാശങ്ങൾ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നു, എന്നിട്ട് നമ്മൾ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ പിന്നാലെ പോകുന്നു എന്ന് അദ്ദേഹം ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വാതന്ത്ര്യം അല്പാൽപമായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ ഓരോരോ നിയമങ്ങളിലൂടെ നമ്മുടെ അടിസ്ഥാന സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതം പ്രചരിപ്പിക്കാനായിട്ട് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. ഈ അടുത്ത നാളിൽ ഒരു ന്യായാധിപൻ പറയുകയുണ്ടായി, എന്തുകൊണ്ടാണ് മറ്റ് ഭരണഘടനകളിലൊന്നും അത് കാണാനില്ല? മതത്തിൽ വിശ്വസിക്കാനും അത് ജീവിക്കാനും സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, പക്ഷേ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഭരണഘടനയിൽ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭരണഘടനാ വിദഗ്ധര്, ഭരണഘടനാ പിതാക്കന്മാര് അവര് ക്രൈസ്തവ മതത്തെയും ഇസ്ലാം മതത്തെയൊക്കെ മനസ്സിലാക്കിയപ്പോൾ മതം പ്രഘോഷിക്കുക എന്നുള്ളത് മതത്തിൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവൻ എന്നുള്ളത് ഒരു കൽപ്പനയാണ്, ക്രിസ്ത്യാനിക്ക് കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് അവന് അത് പ്രചരിപ്പിക്കാതിരിക്കാൻ പറ്റിയല്ല. അപ്പോൾ അവന് ക്രൈസ്തവനായിരിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്താൽ അത് പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം കൊടുക്കണം. അതുകൊണ്ട് അവരെഴുതി ചേർത്തതാണ് ഈ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നീട് അത് നമ്മുടെ കോടതികൾ അതിനെ പരിമിതപ്പെടുത്തി. അവരുടെ വ്യാഖ്യാനം എന്നെ അത്ഭുതപ്പെടുത്തി. അതായത്, ഞാൻ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ച കുഴപ്പമില്ല, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും എന്റെ പ്രസംഗം കേട്ട് ക്രിസ്ത്യാനിയായാൽ എന്നെ അറസ്റ്റ് ചെയ്യും. അതാണ് വിചിത്രമായ നിയമം. എനിക്ക് പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നിങ്ങൾ ആരെങ്കിലും അത് കേട്ട് ക്രിസ്ത്യാനിയാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ എത്രയോ പേര് ജയിലിൽ കിടപ്പുണ്ട് സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ. ഈ അടുത്ത നാളിൽ ഞാൻ പത്രത്തിൽ വായിച്ചു, അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെയും പിടിച്ചകത്തിടണം. കാരണം അവർക്കും പ്രചരിപ്പിക്കാൻ അവകാശം കൊടുക്കരുത്. രാഷ്ട്രീയ പ്രചരണവും മതപ്രചരണവും തമ്മിൽ ഒരു മതേതര രാഷ്ട്രത്തിൽ എന്താണ് വ്യത്യാസം? ഒരാൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഒരാൾ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നതും തമ്മിൽ ഒരു മതേതര രാഷ്ട്രം വലുതായിട്ട് വ്യത്യാസപ്പെടുത്തേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രചരണം നിർത്തണം. കാരണം പ്രചരിപ്പിച്ച് ആരെങ്കിലും അവരുടെ കൂടെ കൂടിയാൽ പിന്നെ ഈ പ്രചരിപ്പിക്കുന്നവരകത്തു പോകും. അത് ശരിക്കും നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുമ്പോൾ പ്രേരണയിലൂടെ പ്രത്യയ ശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മാറുന്നത് കുറ്റകരമാക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചിന്ത ഒരാള് ഉയർത്തിയത് ഞാൻ ഓർക്കുകയാണ്. അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പല രീതിയിൽ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്.